എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും പൂവിപണി സജീവമാണ്. വിനായക ചതുർത്ഥിയും ഓണവും പ്രമാണിച്ച് വില അല്പം കൂടുതലാണ് എങ്കിലും ആവശ്യക്കാർക്കൊട്ടും കുറവില്ല. തിരുവനന്തപുരത്തെ പൂവിപണിയുടെ കാഴ്ചകൾ കാണാം. ഓണത്തിന് എല്ലാ വർഷവും പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. മാറാത്തതായി ചിലതുമുണ്ട്. അവയിലൊന്നാണ് പൂക്കളും പൂക്കളങ്ങളും. വിവിധ നിറത്തിലുള്ള പൂക്കൾ പൂക്കളത്തിന് അത്യാവശ്യമാണ്. വിനായക ചതുർത്ഥി കഴിഞ്ഞ ഉടൻ ഓണക്കാലം കൂടി എത്തിയതോടെ വിപണിയിൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ബാംഗ്ലൂർ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് സംസ്ഥാനത്ത് പൂക്കൾ എത്തുന്നത്. പൂക്കൾക്കൊക്കെ വിപണിയിൽ അതുകൊണ്ട് തന്നെ അല്പം വിലയും കൂടുതലാണ്. എങ്കിലും ഓണമല്ലേ, പൂക്കളില്ലാതെ എന്തോണമല്ലേ? വില നന്നായിട്ടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ എന്തുവരെ 200 രൂപയുടെ പൂവേ മേടിച്ചുള്ളൂ. പൂക്കളുടെ വില കൂടിയിട്ടുണ്ട്, സാധനങ്ങളുടെ വില, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഭയങ്കര റേറ്റായി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റാണ് ഇവർ ചോദിക്കുന്നത്. അന്യനാട്ടിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വില വർദ്ധിച്ചതായി വ്യാപാരികളും പറയുന്നു. വില ഇച്ചിരി കൂടുതലാണ്. ഈ ബന്ധിക്ക് 110 രൂപ ഉള്ളൂ. ബാംഗ്ലൂർ എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. അവിടെ വിനായക ചതുർത്ഥി 4 ദിവസം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ വില കൂടുതലാണ്. ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ്. മഴയെല്ലാം വളരെ കുറവ്. പിന്നെ വരുന്നവർക്ക് സാധനം കൊടുക്കും. ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും ഈ നാടൻ പൂക്കളുടെ തട്ട് അത് താണു തന്നെ ഇരിക്കും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.